കേരളത്തിൽ ഇപ്പോൾ ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും കാലമാണ്. 2 ദിവസം മുമ്പാണ് അങ്കമാലിക്ക് സമീപം കിടങ്ങൂരിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലും വെച്ച് 2 പാപ്പാന്മാരെ ആന ചവിട്ടിക്കൊന്നത്. വളരെ ദയനീയമായ ഒരു സംഭവമായിരുന്നു അത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഉത്സവകാലത്ത് ആനയുടെ ചവിട്ടേറ്റ് കുത്തേറ്റ് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയമായ രീതിയിലാണ്, വളരെ ഭീഭത്സമായ രൂപത്തിലാണ് ഈ മരണങ്ങളൊക്കെ നടക്കുന്നത്. ആന ചവിട്ടി മെതിച്ച് മനുഷ്യനെ ഇഞ്ചപ്പരുവത്തിലാക്കി കളയുകയാണ്. അതുപോലെ തന്നെ ആ കൊമ്പ് കുത്തിയിറക്കി, നെഞ്ചിൽ കൊമ്പ് കുത്തിയിറക്കി മരിച്ചു കിടക്കുന്ന നാം കണ്ടിട്ടുണ്ട്. അതുപോലെ തുമ്പിക്കൈ കൊണ്ട് ആനപ്പാപ്പാന്റെ കാലുകൾ കഴക്ക് എറിഞ്ഞ് ദൂരെയോട്ട് വലിച്ചെറിഞ്ഞ് മൃഗീയമായ രീതിയിൽ മരണപ്പെടുന്ന പാപ്പാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചവിട്ടി കീറുന്നത് കണ്ടിട്ടുണ്ട്. പല നിലയിൽ ഭീകരമായ രീതിയിലാണ് ഈ പാപ്പാന്മാരെല്ലാം മരിച്ചു പോകുന്നത്. മരണം ഭീകരമായാലും അല്ലാതെയാലും മരണം തന്നെയാണ്. ഇവിടെ വിഷ്ണു എന്ന് പറയുന്ന ഒരു സഹോദരനാണ് കിടങ്ങൂരിൽ മരിച്ചത്. അതുപോലെ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു പാപ്പാനാണ് കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ഉത്സവത്തിന്റെ അന്ന് ചവിട്ടേറ്റ് മരിച്ചത്. എത്രയോ ആളുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനയുടെ ആക്രമണമേറ്റ് മൃഗീയമായ മരണം വരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ലേ? ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ക്ഷേത്രവും അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിശ്വാസ ആചാരങ്ങളെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഉത്സവങ്ങൾ നടക്കുന്നു, പെരുന്നാളുകൾ നടക്കുന്നു, അവിടെ ഭജനകൾ നടക്കുന്നു, പ്രസംഗങ്ങൾ നടക്കുന്നു, ഘോഷയാത്രകൾ നടക്കുന്നു. ഇതെല്ലാം അനിവാര്യമാണ്. എല്ലാവർക്കും അവരവരുടേതായ ദൈവങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, ഇഷ്ടമുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു, ഒക്കെ നല്ല കാര്യം, നടന്നോട്ടെ. പക്ഷേങ്കിൽ ഈ മൃഗത്തെ വെച്ചുകൊണ്ടുള്ള ഈ കളി നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചുകൂടെ? നമ്മുടെ ബഹുമാന്യരായ മത നേതാക്കന്മാരും ക്ഷേത്ര ഭാരവാഹികളും ഇതേക്കുറിച്ചൊരു ചിന്ത നടത്തണമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കാരണം അത്ര ഭയാനകമായ മരണമാണ് നടക്കുന്നത്. നമ്മുടെ വിചാരം, പലരുടെയും ധാരണ അവൻ മരിക്കും ഞാൻ മരിക്കുകയില്ല എന്നാണ് നമ്മുടെ ധാരണ. ഒരാൾ മരിക്കുമ്പോൾ എൻ്റെ ധാരണ ഞാൻ മരിക്കില്ല, അവൻ മരിച്ചുപോയി എന്നാണ് ധാരണ. പക്ഷെ ഈ മരണം എപ്പോഴും ആർക്കും എങ്ങനെയും വന്ന് സംഭവിക്കാം എന്ന കാര്യമാണ്. ഈ ഉത്സവപ്പറമ്പിലെ ഈ ആന എഴുന്നള്ളിപ്പ് ഒന്ന് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല, ആചാരങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷെ പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. കേരളത്തിന്റെ ഇന്നത്തെ ഈ സമസ്ത പുരോഗതിയുടെയും പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ നൂറ്റാണ്ടുകളായി അല്ലെ സഹസ്രാബ്ദങ്ങളായി നമ്മൾ വിശ്വസിച്ചു പോന്നിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കി ഈ ശാസ്ത്രയുഗത്തിൽ പുതിയൊരു ജീവിത സംസ്കാരത്തിലേക്ക് മനുഷ്യർ മാറിയപ്പോൾ പഴയ എത്രയോ ആചാരങ്ങൾ നമുക്കില്ലാതായി, എത്രയോ പാരമ്പര്യത്തിന്റെ വേലിക്കെട്ടുകൾ നമ്മൾ വലിച്ചെറിഞ്ഞു. കേരളത്തിലുണ്ടായ നവോത്ഥാനം അത് ജാതിമത വ്യവസ്ഥകളിൽ നിന്ന് കഷ്ടപ്പെട്ട് കിടന്നിരുന്ന കേരളത്തിന് ഒരു പുതുജീവൻ നൽകിയത്. എത്രയോ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഇല്ലാതാക്കി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ ആനയെ എഴുന്നള്ളിച്ച് അതിൻ്റെ ആക്രമണത്തിന് വിധേയരായി മരിക്കുന്ന ആളുകളെ അവരുടെ അവസ്ഥയെങ്കിലും ഓർത്തെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷേത്രം ഭാരവാഹികളും മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും ശ്രമിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആന ഒരു സാധു ജീവിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അതിൻ്റെ ഭീകരമായ ശരീര വലിപ്പം ഉണ്ടെങ്കിലും വളരെ കൂർമ്മബുദ്ധിയുള്ള ഒരു ജീവിയാണ്, ഒരു മൃഗമാണ് ആന. വളരെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന ആളും കൂടിയാണ്. ഇത്രയും വളരെ ഘ്രാണശക്തിയുള്ള ഒരു മൃഗമാണ് ആന. നമ്മൾ ആനയെ ഇന്ന് ആക്രമിച്ചാൽ 10-25 വർഷം കഴിഞ്ഞാൽ അത് നമ്മളെ ഓർത്തിരുന്ന് പിടിക്കും. അതിന് സംശയമൊന്നുമില്ല. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അതുണ്ട്. എന്നാൽ അതിനെ അങ്ങോട്ട് ആക്രമിക്കുമ്പോഴാണ് അത് ഇങ്ങോട്ട് ആക്രമിക്കുന്നത്. കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം നിർത്തിക്കൊടുത്താൽ അത് വളരെ കൂളായിട്ട് അങ്ങ് കടന്നു പോകും. അതിനെതിരെ അതിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുക, അതിനെ കല്ലുപെറുക്കി എറിയുക, കൂക്ക് വിളിക്കുക, കമ്പ് പെറുക്കി എറിയുക, അവനെ ആക്രമിക്കുമ്പോഴാണ് അക്രമസക്തമാകുന്നത്.
വളരെ ബുദ്ധിപരമായി ജീവിക്കുന്ന ഒരു മൃഗമാണ് ആന. നമ്മൾ ഓർക്കണം, ആനപ്പാപ്പാൻ മദ്യപിച്ച് തറയിൽ കിടക്കുമ്പോൾ ഈ ആന അതിൻ്റെ ദേഹത്ത് ആനയുടെ കാല് ചവിട്ടേൽക്കാതെ പാപ്പാനെ കാലുകൾ കൊണ്ട് ചേർത്ത് അവനെ കാലിനിടയിൽ സുരക്ഷിതമായി ഉറങ്ങാൻ അനുവദിക്കുന്ന ആനയുടെ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ സ്നേഹ ഉള്ള ഒരു മൃഗമാണ് അതിൻ്റെ ആന. അപ്പോൾ അത് അത്ര സുരക്ഷിതമായി അതിനെ വെള്ളം കൊടുക്കുന്ന, തീറ്റ കൊടുക്കുന്ന പാപ്പാനോട് വളരെ സ്നേഹത്തോടെ ഇടപെടുകയും ഈ പാപ്പാൻ ഒരു തട്ടുകേടും ഒരു ബുദ്ധിമുട്ടും വരാതെ അതിനെ സൂക്ഷിക്കുകയും ആ പാപ്പാൻ ഉണർന്ന് എഴുന്നേൽക്കുന്നതുവരെയും ഈ ആനകൾ കാവൽ നിന്ന ചരിത്രം നമ്മുടെ ഇടയിലുണ്ട്. ആ മൃഗത്തെയാണ് നമ്മൾ കാട്ടിൽ നിന്ന് പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ഈ ക്രൂരമായ വിനോദം അതിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അത് നമ്മൾ നാട്ടിൽ ജീവിക്കുന്നത് പോലെ തന്നെ അതിന് കാട്ടിൽ സ്വയമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഭൂമി അതിനും കൂടെ അവകാശപ്പെട്ടതാണ്. അവന്റെ ഭൂമി നമ്മൾ കൈയേറിയപ്പോൾ അവന് ഭക്ഷണമില്ല, വെള്ളമില്ല, അതിനൊന്നുമില്ലാതെയപ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു വസ്തുത ഇതിനകത്ത് പിന്നിലുണ്ട്. പക്ഷെ ആനയെ സംരക്ഷിക്കണമെന്നോ ആനയുടെ ആക്രമണങ്ങളെ ചെറുതായി കാണാനല്ല ഞാൻ പറയുന്നത്. കാട്ടിൽ ജീവിച്ചിരുന്ന ഈ ആനയെ നാട്ടിൽ പിടിച്ചുകൊണ്ടുവന്ന് നമ്മൾ അതിനെ വളർത്തുകയാണ്. വളർത്തിയിട്ട് എന്താ ചെയ്യുന്നത്? അതിന് ഈ ഉത്സവ സമയങ്ങളിൽ, പെരുന്നാളുകളിൽ, ക്രിസ്ത്യൻ പള്ളികളിലും ഇപ്പൊ പെരുന്നാളിന് ആനയെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പെരുന്നാളുകളിൽ ഇതിനെ കൊണ്ടുവന്നിട്ട് ഈ വളരെ സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഈ സമയത്ത് നമുക്കുള്ളത്. ജലാംശം ശരീരത്തിൽ നഷ്ടപ്പെടും. ഈ ചെണ്ടയുടെയും വാദ്യഘോഷങ്ങളുടെയും ഉച്ചത്തിലുള്ള ആ ശബ്ദമുഖരിതമായ അന്തരീക്ഷം, ഇതെല്ലാം കൊണ്ട് അതങ്ങ് അസ്വസ്ഥമായി അത് വല്ലാത്തൊരു പരുവത്തിലാകുകയാണത്. ആകുമ്പോഴാണ് അതിൻ്റെ തനി സ്വഭാവം അത് പുറത്തെടുക്കുന്നത്. അങ്ങനെയാണ് എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ മരിച്ചുപോയി, എത്രയോ പാപ്പാന്മാർ മരിച്ചു, എത്രയോ കണക്കുകയില്ലാത്ത ആളുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇതിനൊരു പരിഹാരം വരുത്തുവാൻ ബഹുമാനപ്പെട്ട മത നേതാക്കന്മാരും സ്വാമിമാരും പുരോഹിതന്മാരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാട്ടിലെ ആന അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് ആനയില്ലാതെ ഈശ്വരനെ കാണാനും ആരാധിക്കാനും വണങ്ങാനും പറ്റുമല്ലോ. ക്ഷേത്രങ്ങൾ പൂജ നടത്താം, പ്രസംഗങ്ങൾ നടത്താം, ഭജന നടത്താം, നമുക്ക് ഘോഷയാത്ര നടത്താം, എന്തെല്ലാം നമുക്ക് നാട്ടിൽ നടത്താൻ പറ്റും. ആന വേണമെന്നൊരു നിർബന്ധമെന്നായിരിക്കും. ഇതിന് മതത്തിന്റെ ഭാഗമായിട്ട്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആന ഒഴിച്ചുകൂടാനാവാത്ത ഒരു മൃഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പാരമ്പര്യങ്ങളെ തച്ചുടച്ച് എത്രയോ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കിയാണ് നമ്മൾ പുരോഗമനപരമായ ഒരു ജീവിത ശൈലിയിലേക്ക്, ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ശാസ്ത്രയുഗത്തിലല്ലേ ജീവിക്കുന്നത്. മനുഷ്യൻ ആകാശത്തിൽ കൂടുകൂട്ടാൻ നോക്കുക. ചൊവ്വയിൽ ജീവാംശമുണ്ടോ, അവിടെ പോയി മനുഷ്യന് താമസിക്കാൻ പറ്റുമോ നോക്കുന്ന ആധുനിക ശാസ്ത്രലോകത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മൃഗത്തെ കൊണ്ടുവന്ന് ദൈവപ്രീതിക്ക് വേണ്ടി നമ്മൾ ഘോഷയാത്ര നടത്തി അതിനെ വിരളി പിടിപ്പിച്ച് വെറുതെ അതിനെ കയ്യിൽ നിന്ന് നമ്മൾ മരണം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമാണ് നിലത്തിലുള്ളത്. അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നെങ്കിൽ ദയവായി നിങ്ങൾ ഈ ആനയെ എഴുന്നള്ളിപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. എത്രയോ ആളുകൾക്ക് അമ്മമാരില്ലാതായി, എത്രയോ ആളുകൾക്ക് ഭർത്താക്കന്മാരില്ലാതായി, എത്രയോ കുഞ്ഞുങ്ങൾക്ക് പിതാക്കന്മാരില്ലാതായി. ഇപ്പൊ വിഷ്ണുവിന്റെയും ശ്രീകുട്ടന്റെയും കൊലപാതകം തന്നെ എത്ര ഭീകരമായിട്ടാണ് അവരെ കൊന്നത്. എത്രയോ വാഹനങ്ങൾ നശിപ്പിച്ചു. വളരെയധികം നാശനഷ്ടങ്ങൾ ഭാഗങ്ങളിൽ ആന ഉണ്ടാക്കുകയും ചെയ്തിട്ട് കാണുവാൻ കഴിയും. ഇതിന്റെ ആനക്കാര്യം മാത്രമല്ല, ഈ കോഴിവെട്ട് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ഇടപ്പള്ളി പള്ളിയിൽ നടത്തുന്നുണ്ട്. ഇത്ര ഭീകരവും ഒരു നാണംകെട്ട ഇടപാടുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്രൈസ്തവ വിശ്വാസം ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ മിണ്ടാപ്രാണിയെ അവിടെ കൊണ്ടുവന്ന് കൊന്ന് അതിന്റെ ഇറച്ചിയൊക്കെ അവിടെ വെച്ച് വേവിച്ച് അവിടെ എല്ലാം വൃത്തികേടാക്കി, പള്ളിക്കൊക്കെ അതിന്റെ വിഹിതം കിട്ടുമായിരിക്കും, അവർക്ക് തറവാടക കിട്ടുമായിരിക്കും, കൊന്നു നിന്ന് മദ്യപിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് എത്ര വികൃതമായ ഒരു വിശ്വാസമാണ്. ബൈബിളിൽ ഇത് വല്ലതുമുണ്ട്. കേവല വിശ്വാസത്താൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് ഒരുത്തൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ അവന് പാപമോചനമുണ്ട്. അതാണ് ബൈബിൾ പറയുന്നത്. അതിന് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ചെണ്ടയടിയും വാദ്യഘോഷങ്ങളും പെരുന്നാളുകളും വെടിക്കെട്ടും ഇതൊന്നും ഇതിന്റെ ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഇതൊന്നും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടത് മറച്ചു വെച്ചിട്ട് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ജനങ്ങളെ അവർ തളച്ചിട്ടിരിക്കുന്നു, ബന്ധിതരാക്കിയിട്ടിരിക്കുകയാണ്. ഗീവർഗീസ് സഹദായുടെ കഥ തന്നെ മിത്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബൈബിളിൽ ഇതൊന്നും ഇത് ബൈബിളിലില്ല. ഒരു കാര്യം ബൈബിൾ ഇതേക്കുറിച്ചില്ല. ബൈബിൾ എന്തു പറയുന്നു?
ബൈബിളിനകത്ത് എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യണം, ബൈബിളിൽ ചെയ്യണ്ട എന്ന് പറയുന്നത് ചെയ്യരുത്. അതാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചോളം അവനെ സംബന്ധിച്ച് പരമപ്രധാനമായ കാര്യം. ഇവിടെ പള്ളിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അച്ഛന്മാർ ചെയ്യുന്ന കുറെ ക്രൂരതകളാണ് ഇതെല്ലാം. ഈ മിണ്ടാപ്രാണിയെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അത് വീട്ടിൽ വെച്ച് നമ്മളെ വേവിച്ച് വെട്ടി പുഴുങ്ങി തരുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് സകലവിധ മസാലക്കൂട്ടുകളും കൊണ്ടുവന്ന് സവളയൊക്കെ അരിഞ്ഞ് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇഞ്ചിയും പേസ്റ്റും ഒക്കെ ഇട്ട് എത്ര മനോഹരമായ രീതിയിൽ അടിച്ച് ഉണ്ടാക്കി ആയിരക്കണക്കിന് ആളുകളാണ് ഇത് അവിടെ ഇത് ചെയ്ത് ഭക്ഷിച്ച് പോകുന്നത്. ഇത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഏത് മതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാകുന്നില്ല. ബൈബിളിന് ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനെ തന്നെ നിരുത്സാഹപ്പെടുത്തി ഇത് ബിബ്ലിക്കൽ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പുമാരും നമ്മുടെ ഇടയിലുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ അകന്ന് ജീവിക്കേണ്ടവരാണ്. ഈ മിഥ്യാധാരണകൾ, ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ക്രൈസ്തവ സഭയിൽ നിന്നും എടുത്തു മാറ്റേണ്ട കാലം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വെടിക്കെട്ടിന്റെ കാര്യം, അതൊരു കലയാണത്. അതും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണത്. അതും ആയിരക്കണക്കിന് ആളുകളാണ് ഈ വെടിക്കെട്ട് കൊണ്ട് മരിച്ചിട്ടുള്ളത്. നമ്മുടെ ഇപ്പൊ അടുത്ത ദിവസം തൃശ്ശൂരുണ്ടായ വെടിക്കെട്ട് തന്നെ ധാരാളം ആളുകൾ മരിച്ചു. അതേ ദിവസങ്ങളിൽ തന്നെയാണ് തമിഴ്നാട്ടിലും ഒരു അപകടം ഉണ്ടായിട്ട് ധാരാളം ജോലിക്കാർ, ഇത് പടക്കങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയിലെ ജോലിക്കാർ മരിച്ചു പോവുകയുണ്ടായി. അതിന് അടുത്ത ദിവസങ്ങൾ തൃശ്ശൂർ പൂരത്തിൽ നിന്ന് അതൊക്കെ ഒഴിവാക്കി, ഒരു പള്ളിയിൽ നിന്നും അതിന് ഈ വെടിക്കെട്ട് ഒഴിവാക്കി എന്നൊക്കെയുള്ള ശ്ലാഘനീയമായ കാര്യമാണ്. അത് എന്നേക്കുമായി ഇതും നിർത്തേണ്ടതാണ്. മനുഷ്യൻ എന്തിനാ ഇങ്ങനെ വെറുതെ കൊല്ലാക്കൊല കൊല്ലുന്നത്? ഒരു മനുഷ്യന്റെ ആത്മാവ് സർവ്വലോകത്തെയും വിലയേറിയതാണ്, സർവ്വലോകത്തെക്കാളും വിലയേറിയതാണെന്നാണ് മതങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ വെറുതെ നമ്മൾ ഈ വെടിക്കെട്ട് നടത്തി ആഘോഷത്തിന്റെ ഭാഗമായി മനുഷ്യനെ കൊല്ലാക്കൊല കൊല്ലുന്നത് എന്താണ്? വളരെ ദുഃഖകരമല്ലേ? തലയൊക്കെ 3/4 കിലോമീറ്റർ ദൂരെ തെറിച്ചു കിടന്നു, കൈകാലുകൾ ഒരുപാട് ദൂരെ നിന്നാണ് പെറുക്കിയെടുത്തത്. അതിന്റെ അവശിഷ്ടങ്ങൾക്കൊന്നും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു മനുഷ്യനെ ഇന്ന മനുഷ്യനാണ് കണ്ടെത്താനുള്ള വിഷമം പോലും ഉണ്ടായിരുന്നു. ഇത്ര ഭീകരം, ഇത്ര ഭയാനകമാണ്. ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ പരിഷ്കൃത ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ പ്രാചീന കാലത്തെ ബാർബേറിയൻ സംസ്കാരത്തിലല്ല ജീവിക്കുന്നത്. കാലം എത്രയോ പുരോഗമിച്ചു പോയി. നമ്മൾ 50 വർഷം മുമ്പ് യാത്ര ചെയ്തതുപോലെ ഇന്ന് യാത്ര ചെയ്യുന്നത്. നമ്മളൊരു 25 വർഷം കഴിച്ച, 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് കഴിച്ച ഭക്ഷണം പോലും ഇപ്പോഴും കഴിക്കുന്നത്. നമ്മുടെ വസ്ത്രം ധരിക്കുന്നത് തന്നെ നമ്മൾ മുമ്പത്തെ ഒരു 50 വർഷം പുറകോട്ടുള്ളൊരു വസ്ത്രധാരണമല്ല നമുക്കുള്ളത്. 100 വർഷം മുമ്പുണ്ടായ ഒരു സംസ്കാരം ഇന്നത്തെ സംസ്കാരത്തോട് വല്ല ബന്ധമുണ്ട്. കാലം മാറി വരികയാണ്. പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും മാറണം. ബേസിക് ആയിട്ടുള്ള ഈശ്വര വിശ്വാസം നിലനിൽക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കട്ടെ, യാതൊരു തടസ്സവും ആ കാര്യത്തിൽ ഇല്ല. എന്നാൽ ഈ പാരമ്പര്യ വിശ്വാസങ്ങൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് മനുഷ്യർക്ക് ദോഷകരമായി വരുന്നുവെങ്കിൽ, അനവധി ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോകുന്നുവെങ്കിൽ അതിന് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സും ആർജവും നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. വെടിക്കെട്ടും നിയന്ത്രണങ്ങൾ വന്നതിലധികം സന്തോഷിക്കുന്നു ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എനിക്ക് പറയാനുള്ളത് ഈ കൊടുങ്ങല്ലൂരിലെ ഭരണിപ്പാട്ടാണ്. അതും എത്ര പ്രാകൃതമായ ഒരു സംസ്കാരമാണ് അത്. മനുഷ്യനെ ചെവിയിൽ കൂടെ കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള തെറിപ്പാട്ടുകൾ പാടുന്ന ഭരണിപ്പാട്ടിന്റെ അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. പുതിയ തലമുറയാണ്, പുതിയ സംസ്കാരമാണ്, പുതിയ ജീവിത രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അതൊക്കെ പ്രാചീന കാലഘട്ടത്തിൽ നിന്നൊക്കെ നിന്നു. വിദ്യാഭ്യാസവും അറിവും ജ്ഞാനവും ഇല്ലായിരുന്ന കാലത്ത്, അക്കാലത്തൊക്കെ ആളുകൾ അത് ചെയ്തെങ്കിൽ ആയിക്കോട്ടെ. ഇന്നിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടൊന്നും ഈ തെറിപ്പാട്ടുകൾ പാടി ഈശ്വരപ്രീതി നടത്തുന്ന, ഈശ്വരനെ പ്രസാദിപ്പിക്കുന്ന ആ ഒരു രീതിയൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചില്ല. അത് മാറ്റപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വസ്തു കൂടെ പറയാറുണ്ട്. ഈ ടൗണുകളിലൊക്കെ 1,00,000 വാട്ടിന്റെയൊക്കെ ബോക്സുകൾ വെച്ചിട്ട് അത്ഭുത രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന വീരന്മാരുണ്ട്. അതും ഈ പറയുന്നത് പോലെ നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈശ്വരൻ രോഗസൗഖ്യം കൊടുക്കും, ദൈവം രോഗം സൗഖ്യപ്പെടുത്തും. അത് നമ്മുടെ മുറിയിൽ കടന്നിരുന്ന് കണ്ണീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ചു കഴിഞ്ഞാൽ ദൈവം സൗഖ്യം കൊടുക്കും. പലരും അനുഭവസ്ഥരാണ്, അത് നിഷേധിക്കുന്നില്ല. പക്ഷേ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നു സ്വന്തമായി വലിയ ആർഭാടങ്ങളിൽ കട്ടൗട്ടുകളും ഫ്ലെക്സുകളും ഒക്കെ വെച്ച് അതിഭയങ്കരമായ രീതിയിൽ പ്രഭാവലയത്തിൽ ആയിരക്കണക്കിന് വാട്ട്സ് ബൾബുകളുള്ള ആ വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാവലയത്തിൽ വലിയ മൈതാനങ്ങളിൽ വലിയ സൗണ്ട് ബോക്സുകൾ വെച്ച് നടത്തുന്ന അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്ന പരിപാടിയും അതും വേണ്ട എന്ന് വെക്കേണ്ടത് തന്നെയാണ്. അത് നമ്മൾ തന്നെ അത് വേണ്ട എന്ന് വെക്കണം. ദൈവം രോഗസൗഖ്യമാക്കും. മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ ദൈവം രോഗസൗഖ്യം തരുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണത്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ആരും അറിയുന്നില്ല. പക്ഷെ ഇവിടെ പണമുള്ളവൻ ഈ കളികളെല്ലാം നടത്തുന്നുണ്ട്. പ്ലെയിനിൽ വന്നിറങ്ങി അതിഭയങ്കരമായ രീതിയിലുള്ള
മിനിസ്ട്രിയാണ് നടത്തുന്നത്. ഇപ്പം മഹാരാഷ്ട്രയിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് അവിടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ബിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ മഹാരാഷ്ട്ര. അവിടെ ഈ മന്ത്രവാദവും ഇങ്ങനെയുള്ള രോഗശാന്തി ശുശ്രൂഷയൊന്നും അവർ അനുവദിച്ചു കൊടുക്കുകയില്ല. DGS ദിനകരന്റെ മകന് ഉണ്ടായ കേസുമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്, കേട്ടതാണ്. അതുകൊണ്ട് അതും നിരോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പ്രാർത്ഥനയും രോഗികൾക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ പള്ളിയും വീടുകളും ഒക്കെ ഉണ്ട്, അവിടെ നടത്തിക്കോട്ടെ. പബ്ലിക്കിന്റെ മുമ്പിൽ ഇതൊരാഘോഷമാക്കി മാറ്റേണ്ട കാര്യമില്ല. വീഴുന്നു, ചില ചാടുന്നു, ചിലർ തള്ളിയിടുന്നു, എന്തെല്ലാം കോപ്രായങ്ങളാണ് ഈ കാണിക്കുന്നത് ക്രിസ്തുവിന്റെ പേരിൽ. അതൊന്നും ഒരു ബിബ്ലിക്കലൊന്നും അല്ല. കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഇന്നിട്ട് സൗഖ്യമാകുന്നുണ്ട്. അതൊക്കെ ഒഴുകി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ, ഹോളുകളിലായാലും വീടുകളിലായാലും അത്ഭുതം നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ പബ്ലിക്കിന്റെ മുമ്പിൽ ആളാകാൻ കാണിക്കുന്ന ഈ പരിപാടികൾ നിരോധിക്കപ്പെടേണ്ടത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഇങ്ങനെയുള്ള അനാവശ്യ ആചാരങ്ങൾ, അതിപ്പം ആനയെഴുന്നള്ളിപ്പായാലും ശരി, ഭരണിപ്പാട്ടായാലും ശരി, അതുപോലെ വെടിക്കെട്ടായാലും കോഴിവെട്ടായാലും ഇങ്ങനെയുള്ള അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ, ഇതൊക്കെ മതങ്ങളുടെ ഗവൺമെന്റ് ചിലപ്പോൾ ആ കാര്യത്തിൽ തീരുമാനത്തിൽ എടുത്തില്ല എന്ന് വരും. കാരണം ഗവൺമെന്റിന് ഇവരെല്ലാം വേണമല്ലോ, വോട്ട് വേണമല്ലോ, ജയിച്ച അധികാരത്തിൽ വരുന്നുണ്ട്. സർക്കാർ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെന്ന് വരും. പക്ഷെ മതത്തിന്റെ മേലധ്യക്ഷന്മാർ, സഭയുടെ മേലധ്യക്ഷന്മാർ ഇതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്ത നടത്തുകയും ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളും മനുഷ്യന് പ്രയോജനപ്രദമല്ല എന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യനെ കൊല്ലുന്ന ആചാരങ്ങളാണ് ഇതെല്ലാം. എത്രയോ നൂറുകണക്കിന് ആളുകളാണ് വർഷം തോറും മരിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങൾ അനാഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഈശ്വരനെ നേരായ രീതിയിൽ ആരാധിക്കാൻ കഴിയട്ടെ. നമ്മുടെ ക്ഷേത്രത്തിനകത്ത് ആരാധിക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്നു, നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരാധനകൾ നടക്കട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള മൃഗങ്ങളെ വെച്ചുള്ള കളിയും തെറിപ്പാട്ടും കോഴിവെട്ടും ഈ അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും ഈ വെടിക്കെട്ട് ഈ പരിപാടികളൊക്കെ അങ്ങ് നിർത്തി കേരളം ഒരു പുതിയ കേരളമായി മാറണം. ഈ പ്രാചീന സംസ്കാരം, ഈ വഴിതെറ്റിയ സംസ്കാരം, വൃത്തികെട്ട സംസ്കാരം, മനുഷ്യനെ വെറുതെ കൊല കൊടുക്കുന്ന സംസ്കാരം, ഇത് മാറ്റിയെടുത്തിട്ട് നേരായ രീതിയിൽ ഈശ്വരനെ ആരാധിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോളുക, ഒരു കുഴപ്പമില്ല. പക്ഷെ വെറുതെ നമ്മള് ഈ കാട്ടിലെ ആനയെ കൊണ്ടുവന്ന് മനുഷ്യനെ ചവിട്ടി കൊല്ലിക്കല്ലേ, വെടിക്കെട്ട് നടത്തി കുടുംബങ്ങൾ അനാഥമാക്കല്ലേ. വിദേശ സ്ഥലങ്ങളിലെ ഒരു കാര്യം കൂടെ പറഞ്ഞുള്ള വെടിക്കെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ അത് വളരെ ശോഭയോടുകൂടെ വിവിധ നിറങ്ങളിൽ ആകാശത്തിലേക്ക് പോയി വെടിപൊട്ടുന്ന കാഴ്ചകളുണ്ട്. അതൊന്നും അപകടകരമല്ല. അതൊരു കല തന്നെയാണ്. അത് ഉണ്ടാക്കിയെടുത്ത് നടത്തുന്നത് ഒരു കല തന്നെയാണ്. വളരെ നന്നായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ നമ്മുടെ വെടിക്കെട്ടുകളൊക്കെ വളരെ അപകടകരമാണ്. അത് ശ്രദ്ധിക്കണം. അത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ അത് പാടെ നിഷേധിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മനുഷ്യൻ ജീവനോടിരിക്കണം, മനുഷ്യൻ സമൃദ്ധമായിട്ട് നന്നായിട്ട് ജീവിക്കണം, അവന് ദീർഘായുസ് ഉണ്ടാകണം, അവൻ സമ്പൽ സമൃദ്ധമായിട്ട് തന്നെ ഭൂമിയിൽ ജീവിക്കാൻ തന്നെയാണ് ഈശ്വരൻ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവനെ കൊലയ്ക്ക് കൊടുക്കാൻ ഒരു മതവും ഒരു ദൈവവും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ നിയമങ്ങൾ മൂലമാണ് നമുക്ക് ഈ അബദ്ധങ്ങളെല്ലാം വന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പാരമ്പര്യങ്ങളും മാമൂലുകളും മാറണം. പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. പുതിയ സംസ്കാരത്തിന് വിധേയരാകണം. ഈശ്വരവിശ്വാസം കളയണ്ട. ഈ ആചാരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.